ഞാൻ ശരിക്കും ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത് നമ്മുടെ ഡയറക്ടർ രാജസേനൻ സാറ്. അങ്കിളിനെ ഞങ്ങൾക്ക് അറിയാം, പേഴ്സണലി അറിയാം. അപ്പോൾ അങ്കിളാണ് എന്നെ വിളിച്ചത്. പിന്നെ ഇങ്ങനെ ഒരു സീരിയലുണ്ട്. അപ്പം ആദ്യം അങ്കിള് ചെയ്തുകൊണ്ടിരുന്ന ഒരു സീരിയൽ എനിക്കൊരു ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ ഒരു തവണ ഞാനും പപ്പയും അമ്മയും എല്ലാവരും കൂടി ഞങ്ങൾ പോയി. അവിടെ പോയപ്പോൾ ഒരു ഐഡിയയും ഇല്ല, സീരിയലിനെ കുറിച്ചോ ഷൂട്ടിനെ കുറിച്ചോ ഒന്നും അറിയില്ല. ഡാൻസ് ഓക്കെ, അതങ്ങനെ പോകുന്നുണ്ട്, പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയത്. ട്രിവാൻഡ്രത്ത് പോയി അങ്ങനെ പരിചയപ്പെട്ട് അതൊരു നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. അപ്പോൾ അത്ര ഇങ്ങോട്ട്, കാരണം ഞാൻ ജീൻസൊക്കെ ഇടുന്നത് വളരെ ചുരുക്കമായിരുന്നു. എപ്പോഴെങ്കിലും ട്രാവൽ ചെയ്യുമ്പം ഒക്കെ ഇടുന്നല്ലാതെ എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുന്നത് കുറവായിരുന്നു അന്ന്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇത് പറ്റുമോ ഇല്ലേ, പിന്നെ പോയി വന്നു. പിന്നെ യാതൊരു അനക്കവും ഇല്ല, വിളിക്കാമെന്നൊക്കെ പറഞ്ഞു, അനക്കമില്ല. പക്ഷേ അങ്കിൾ മുഖേനയാണ് ഞാൻ അതിൽ എന്നെ ഒരു പരിചയപ്പെടാൻ ഒരു കാരണമായത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സൂര്യ ടി വിയിൽ താമരത്തുമ്പി എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ വന്നു. അപ്പോൾ അതിന് ഹീറോയിൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഉള്ള ഒരു കൺട്രോളർ എന്നെ വിളിച്ചു, കോണ്ടാക്ട് ചെയ്തു. വിനോദ് കടയ്ക്കൽ എന്ന് പറഞ്ഞ ചേട്ടൻ വിളിച്ചു, ഇങ്ങനൊരു നായകീനെ വേണം, അപ്പോൾ ദിവ്യ വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ജസ്റ്റ് മൊബൈലിൽ കുറച്ച് സീൻസൊക്കെ ഒന്ന് ഓഡീഷൻ പോലെ, വലിയ ഓഡീഷനല്ല, കുറച്ച് സീൻസ് ഒന്ന് അഭിനയിച്ച് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്തു. അങ്ങനെ എന്തോ ദൈവം സഹായിച്ച് കിട്ടി. അങ്ങനെയാണ് സീരിയലിലേക്ക്. അതെ. അതിനുശേഷം പിന്നെ ഏതൊക്കെ സീരിയൽസ് നമ്മൾ ചെയ്തത്? രണ്ടിലും ഭയങ്കര നല്ലൊരു ക്യാരക്ടറായിരുന്നു അല്ലേ? അതൊരു പോസിറ്റീവ് ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് വേറെ ഉണ്ട്. ഞാൻ പിന്നെ ഫസ്റ്റ് താമരത്തുമ്പി, അത് ഹീറോയിനാണ്. ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടർ. സാധാരണ ഹീറോയിൻ എന്ന് പറയാൻ നേരത്ത് നമ്മൾ എപ്പോഴും ഒരു ഫസ്റ്റ് എപ്പോഴും ഒരു കണ്ണീരും കിനാവും കരച്ചിലും ഒരു സ്ഥായി ഭാവമായിരിക്കും. ഇതിനകത്ത് ഒടുക്കത്തെ ഡയലോഗും ഭയങ്കര, എനിക്ക് താങ്ങുന്നില്ല. ഞാൻ ഒന്നാമത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്താണ് ക്യാമറ എന്നറിയില്ല, ക്ലോസ് എന്താ അറിയില്ല, സജഷൻ എന്താ അറിയില്ല, ഒന്നും അറിയില്ല. അതിൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ന്യൂ ഫേസ് ആയതുകൊണ്ട് ഭയങ്കര റാഗിങ് പോലെയായിരുന്നു. എല്ലാവരും കളിയാക്കുന്നു, എന്തെങ്കിലും തെറ്റിപ്പോകുമ്പോഴേക്കും കളിയാക്കുക. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് വരുന്ന ഏതൊരു കുട്ടിക്കും ഫസ്റ്റ് ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. നമ്മൾ ആരെങ്കിലും ഒന്ന് കളിയാക്കുമ്പോൾ, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ കളിയാക്കുമ്പോൾ പിന്നെ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോവും. പിന്നെ ചെയ്യേണ്ട ഒരു ഐഡിയ കിട്ടുന്നില്ല. പിന്നെ കുറേ നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ട്രാക്കിൽ വീഴാൻ തുടങ്ങിയത്. എങ്ങനെയാണ്, എന്താണ് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഡാൻസൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് അഭിനയം അല്ലെങ്കിൽ എന്താന്നൊക്കെ കുറച്ചൊരു ഇത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അത് പുറത്തോട്ട് എങ്ങനെ നമ്മളത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രാക്കിൽ വീണു. പിന്നെ ഓക്കെ, അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് സുമംഗലി ഭവ എന്ന് പറഞ്ഞിട്ട് A.N. നസീർ സാറിൻ്റെ ഒരു സീരിയലാണ് ചെയ്തത്. അതൊരു വലിയ ക്യാരക്ടർ ആയിരുന്നില്ല. ഞാനത് പിന്നെ താമരത്തുമ്പി കഴിഞ്ഞ പാടെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും, ഇനി എനിക്ക് സീരിയൽ കിട്ടില്ലേ എന്ന് ഞാൻ പേടിച്ചിട്ട് ഞാൻ വേഗം ഒരു ക്യാരക്ടർ അങ്ങോട്ട് സെലക്ട് ചെയ്ത് ചെയ്തതാണ്. അത് വെയിറ്റ് ചെയ്തില്ല, ഒന്നും കൂടി ഒന്ന് ബെറ്റർ ആയിട്ട് സെലക്ട് ചെയ്യാം എന്നുള്ളതിൽ ഞാൻ വെയിറ്റ് ചെയ്തില്ല. ഞാൻ വന്നതങ്ങ് കമ്മിറ്റ് ചെയ്തു. അറിയത്തില്ലായിരുന്നു എങ്ങനെയാന്ന്. എല്ലാം തുടക്കത്തിൻ്റെ അപാകതകൾ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ മാതാവ് സൂര്യയിൽ തന്നെ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മരിച്ചൊരു ക്യാരക്ടറായിരുന്നു. ആത്മാവായിട്ട് ഇടയ്ക്ക് വരുന്നു, ചെയ്യുന്നു, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഒരു ദൈവിക പുത്രിയുടെ അമ്മ. അപ്പം ഞാനും ഒരു ദൈവികത ഉള്ളൊരു പെണ്ണായിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സീരിയൽ കഥകൾ. നമുക്ക് കുറച്ച് ഡാൻസിനെ കുറിച്ച് സംസാരിച്ചാലോ? ഡാൻസ് സ്കൂള്, നമ്മൾ സീരിയലിലേക്ക് വരുന്നതിന് മുൻപ് ഡാൻസ് സ്കൂൾ ഉണ്ടായിരുന്നോ? ദിവ്യയും അതുപോലെ തന്നെ സിസ്റ്റർ ധന്യ ചേച്ചി കൂടിയാണ് നടത്തുന്നത്. ഡാൻസ് സ്കൂളിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ്. ഡാൻസ്, ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് കേളി ഡാൻസ് സ്കൂളാണ്. കേളി എന്നാണ് സ്കൂളിൻ്റെ പേര്. അപ്പം ഞങ്ങൾ നടത്തുന്നത് കോടഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് പോകണം. പിന്നെ ഞങ്ങൾ കുന്നമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തൊന്ന് പുതിയതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ പുതുപ്പാടി അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബ്രാഞ്ച് ഇങ്ങനെ ആയി വരുന്നു. അപ്പം ഞാനും ചേച്ചിയാണ് ചെറുപ്പം മുതലേ ഞങ്ങളുടെ മെയിൻ ഡാൻസ് ആയിരുന്നു.
ഞങ്ങളെ എന്ത് ബുദ്ധിമുട്ട് പണ്ട് ഉണ്ടായിരുന്നെങ്കിലും പപ്പയും അമ്മയും ഡാൻസ് വിട്ടിട്ടുള്ള പരിപാടി ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഫിനാൻഷ്യലി. അപ്പോൾ ആ സമയത്തും പപ്പയും അമ്മയും ഡാൻസ് കലാപരമായ ഒരു കഴിവ് അവർ പഠിച്ചിരിക്കണം എന്നുള്ള അവർക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പൊ എല്ലാ വിജയത്തിന്റെ പുറകിലും ശരിക്കും പപ്പയും മമ്മിയും തന്നെയാണ്. പിന്നെ പപ്പ ഒരു കലാകാരനാണ്. പപ്പ പണ്ട് നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ പ്രൊഫഷണൽ ടീമല്ല, പക്ഷേ ചെറുതായിട്ട് ഇങ്ങനെ നാടകമൊക്കെ. പപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഫിലിമിൽ കയറണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ അന്നത്തെ സാഹചര്യത്തിനൊന്നും നടന്നില്ല. പണ്ട് കുറേ പൂജയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പൂജയ്ക്കൊക്കെ പോയി, പക്ഷെ ഒന്നും സെറ്റായില്ല. അപ്പോൾ പപ്പയുടെ ആഗ്രഹം പോലെ മോളെങ്കിലും ഒന്ന് ഉയർന്നു വന്നാൽ, അതുപോലെ എന്തോ നിമിത്തം പോലെ എനിക്കും കിട്ടി. ഓക്കെ, ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത് ഒരു സീക്രട്ട് ആണ് കേട്ടോ. അരം പ്ലസ് അരം കിന്നരം എന്ന് പറഞ്ഞ ഷോയുടെ ഉള്ളില് എന്തോ ഒരു രസകരമായ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ ആ അബദ്ധം എന്താണെന്ന് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയില്ല. കാണുന്നവർക്ക് നല്ല രസകരമായിരുന്നു, പക്ഷെ എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. അതെ, അപ്പൊ എന്താണെന്ന് ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റ് ഉണ്ടാവുക ഇപ്പോഴും നമ്മുടെ മുത്തിന്റെ കയ്യിൽ നിന്ന് കേൾക്കാനായിരിക്കും. അതെന്താ വെച്ചാൽ, ഞാൻ ആ ഷോൻ്റെ സമയത്ത് ഞാൻ അങ്ങനെ മിണ്ടത്തില്ലായിരുന്നു. ഞാൻ അല്ലാതെ പുറത്തൊക്കെ നന്നായിട്ട് സംസാരിക്കും, പക്ഷെ ഷോ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒന്നും മിണ്ടില്ല. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്കൊക്കെ കൈമാറിയിട്ട് സംസാരിക്കുന്നുണ്ട്, കമൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിട്ട്. അപ്പോൾ ആ സമയത്ത് ഈ ഗ്രൂമേഴ്സ് എന്നെ നോട്ടിട്ട് വെച്ചേക്കുക, ഇവർക്ക് എന്തേലും ഒരു പണി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അരം പ്ലസിൽ വന്നത് തന്നെ ഡാൻസിൻ്റെ ഷോ ആണെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമാണ്, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് നാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഡാൻസിൻ്റെ ഷോ ആണ്, അപ്പോൾ പിന്നെ അങ്ങനെ വിളിക്കുക. അപ്പോൾ ഡാൻസ് ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലല്ലോ, അതെനിക്ക് ഹാപ്പിയാണ്. അപ്പോൾ ഞാനത് തുടങ്ങുന്ന കുറച്ച് നാൾ മുമ്പേ ഞാൻ അറിഞ്ഞത് ഇത് ഇങ്ങനൊരു പ്രോഗ്രാമാണെന്നുള്ളത് ശരിക്കും. അപ്പോൾ അപ്പോഴേ ഞാൻ വിചാരിച്ചു വേണോ എനിക്ക്, കാരണം എനിക്കിങ്ങനെ സംസാരിക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഭയങ്കര ടെൻഷനാവും, പെട്ടെന്ന് കരയുന്ന ടൈപ്പാണ് ഞാൻ മെയിനായിട്ട്. ഇപ്പോൾ കുറച്ച് മാറി വന്നു. പെട്ടെന്ന് ആരെങ്കിലും റെഡി എന്നൊക്കെ വിളിച്ചെങ്കിൽ പെട്ടെന്ന് സങ്കടം വരും. എന്താ അവരങ്ങനെ പറയുന്നത്, അയ്യോ എൻ്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യമുണ്ടോ, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഷോൻ്റെ സമയത്ത് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഗ്രൂമേഴ്സ് ഒക്കെ എന്തെങ്കിലും പണി കൊടുക്കണം എന്നുള്ളൊരിതിൽ നിൽക്കുക. അപ്പോഴാണ് ശ്വേത ചേച്ചി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡയറക്ടർ ജിസ് ജോയി, ഞാൻ ഒരിക്കലും മറക്കത്തില്ല. പിന്നെ അതിന് ശേഷം അവരൊന്നും ഡയറക്ടർ വന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലാവുന്നില്ല, ആരാന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ അതിന് മുമ്പേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജിസ് ജോയ് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പേ. അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ പിന്നെ എനിക്ക് ഓർമ്മയില്ല, ഫീസ് എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ എത്തി. പിന്നെ എൻ്റെ അടുത്ത് ആ സമയത്ത് ഇത് ആരാന്ന് മനസ്സിലായോ, അങ്ങനെ പിന്നെ അല്ലു അർജുൻ്റെ ഡബ് ചെയ്യണ ആളാന്നുള്ള ഇതൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് ആരാന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്വേത ചേച്ചി എന്നെ അങ്ങോട്ട് കളിയാക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ നമ്മുടെ കുറേ പൊളിറ്റിക്കൽ കാര്യങ്ങളും, പിന്നെ നമ്മുടെ പ്രസിഡൻ്റ് ആരാ, മറ്റേതാരാ, മറിച്ചതാരാ ഒക്കെ പോട്ടെ, നമ്മുടെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചിട്ട് ഞാൻ അവിടുന്ന് വെള്ളം കുടിച്ചു പോയ ഒരാളാണ്. കാരണം പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ എനിക്ക് ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോയി, ആകെ ടെൻഷനായി. എനിക്കറിയാലോ പ്രധാനമന്ത്രി ആരാണെന്നുള്ളത്, അതൊക്കെ നമ്മൾ കേട്ടതാണ്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ എനിക്ക് ശ്വാസം മുട്ടുന്നു, എന്തൊക്കെയോ പ്രശ്നം. അപ്പോൾ ആകെ എല്ലാവരും ചുറ്റും ക്യാമറ ഇത് എല്ലാവരും എൻ്റെ കണ്ണിലോട്ട് നോക്കി ഞാൻ എന്താ പറയുന്നതെന്നുള്ളതിൽ. അപ്പം ഞാൻ പറയാം. അതിനു മുമ്പ് എന്നെ കരയിച്ചു, ഓൾറെഡി ഞാൻ കരഞ്ഞൊരവസ്ഥയായി. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു, മോദിയോ നീ അതെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ. പിന്നെ എല്ലാവരും കൂടി എന്നെ കളിയാക്കി. പിന്നെ ശ്വേത ചേച്ചീൻ്റെ ഹസ്ബൻഡിനെ വെച്ചിട്ട് എന്തൊക്കെയോ എന്നെ കളിയാക്കി എല്ലാവരും കൂടി. പിന്നെ ഞാൻ കരച്ചിലും വീഴ്ചയിലും കാര്യങ്ങളും. പിന്നെ അവിടെ ഭയങ്കര സങ്കടമായിരുന്നു, എനിക്ക് ഭയങ്കര ശോകമായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഭയങ്കര രസമായിരുന്നു.